ഗ്രോസ് ഇൻഡീസൻസി എന്ന വകുപ്പ് ചുമത്തിയാണ് അലനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. വിചാരണയ്ക്കൊടുവിൽ 2 സാധ്യതകളാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഒന്നുകിൽ തടവറയുടെ ഇരുളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഹോർമോൺ ചികിത്സയ്ക്ക് വിധേയമാവുക. രാജ്യത്തിനായി ചെയ്ത മഹാസേവനങ്ങളോ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളുടെ പ്രാധാന്യമോ ഒന്നും അവിടെ പരിഗണിക്കപ്പെട്ടില്ല. തന്റെ പരീക്ഷ നിരീക്ഷണങ്ങൾ തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ 2ാമത്തെ ഓപ്ഷനാണ് പ്രതിഭാധനനായ ആ മനുഷ്യൻ തിരഞ്ഞെടുത്തത്. ഹോർമോൺ ചികിത്സ എന്നത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ കുത്തിവെച്ച് ലൈംഗിക വാസന കുറയ്ക്കുക എന്ന പേരിൽ നടത്തുന്ന ഷണ്ഡീകരണമായിരുന്നു. 1 വർഷം നീണ്ടുനിന്ന ഈ ശിക്ഷാ നടപടിയുടെ ഫലമായി സ്തന വളർച്ചയും പെൺ ഉടലിൻ്റെതുപോലുള്ള മറ്റു വ്യതിയാനങ്ങളും അലന്റെ ശരീരത്തിൽ പ്രകടമാകാൻ തുടങ്ങി. മനസ്സും ശരീരവും തകർന്ന ആ മനുഷ്യൻ അതോടെ കടുത്ത നൈരാശ്യത്തിലേക്ക് വീണുപോയി. 1954 ജൂൺ 4 മനുഷ്യഭാവനകൾക്ക് അതീതമായ ഒരു ലോകത്തേക്ക് സൈനൈഡ് കുത്തിവെച്ച ആപ്പിൾ കഴിച്ച് ആ ദീർഘദർശി കടന്നുപോയി. വീട്ടിലെ പഠനമുറിയിൽ കിടന്നിരുന്ന അലന്റെ മൃതദേഹത്തിന് അരികിൽ നിന്നും ഒരു കടി മാത്രമേറ്റ ഒരു ആപ്പിൾ കണ്ടെത്തുകയുണ്ടായി. 1976 ആരംഭിച്ച ആപ്പിൾ കമ്പനിയുടെ ലോഗോയായി പരിണമിച്ചത് ആ ആപ്പിൾ ആണെന്ന ഒരു അഭ്യൂഹം പിന്നീട് ഉയരുകയുണ്ടായി. എന്നാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്നും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പഴം ആപ്പിൾ തന്നെയാണെന്ന് ഉറപ്പിക്കാനായിട്ടാണ് ആ ഒരു ബൈറ്റ് നൽകിയത് എന്നുമായിരുന്നു ആപ്പിൾ ലോഗോ രൂപകൽപ്പന ചെയ്ത റോബ് ജെനോഫിന്റെ പ്രസ്താവന.